ജിജൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് എൻ്റെ വേറൊരു ഐറ്റം പച്ചക്കറി ആയിട്ടാണ് പാവയ്ക്ക. എല്ലാവരും കണ്ടിട്ടുണ്ടാവും എനിക്കറിയാം, പക്ഷെ എൻ്റെ കൃഷി ഞാൻ ചെയ്ത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ജിജൂസ് കിച്ചൺ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. വേണ്ട പാവയ്ക്ക, നമ്മുടെ പാവയ്ക്ക വേണ്ട. ഞാൻ ചെറിയ രണ്ട് പന്തലായിട്ട് ഇട്ടേക്കുന്നത്. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയ ചെറിയ സ്ഥലമാണ്. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് രണ്ട് ചെറിയ പിന്നെ മരങ്ങളും മാവും ഇതൊക്കെ വന്നതോടുകൂടി നമുക്ക് അധികം സ്ഥലമില്ല. അധികം പിന്നെ എങ്ങനെയുണ്ട് കൊറോണയൊക്കെ? എല്ലാവരും ഹാപ്പിയാണോ? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈ പന്തലിൽ ഞാൻ കുമ്പളം കൂടിയും കയറ്റിയിട്ടുണ്ട്. കുമ്പളം അപ്പുറത്ത് കുമ്പളവും പാവലും കൂടി ഒരുമിച്ചാക്കിയിട്ടാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പാവലും കുമ്പളവും ഒക്കെ ഒരുമിച്ച് കയറ്റിക്കൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ പടവലം ഒരുമിച്ച് കയറ്റാം. നമുക്ക് ആവശ്യത്തിനുള്ളതിനനുസരിച്ച് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് കയറ്റാം. പടരുന്ന എന്തും നമുക്ക് മിക്സ് ചെയ്ത് കയറ്റാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ നടുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവയ്ക്ക വിത്ത് ഞാൻ ഈ വർഷം ഇത് വിത്തിനിട്ടിട്ടുള്ളതാണ്. മനസ്സിലായി? ഇത് പഴുക്കുമ്പോൾ പറിച്ച് വിത്തെടുത്ത് കഴുകി ഈ വർഷത്തെ വിത്ത് അടുത്ത വർഷം നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഈ വിത്ത് തലേ ദിവസം നമ്മൾ നനച്ച് ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വെച്ച ശേഷം ഞാൻ ചെയ്യാറ് പിറ്റേ ദിവസം അതെടുത്തിട്ടൊരു ടിഷ്യൂ പേപ്പറിൽ നമ്മൾ പൊതിഞ്ഞ് വയ്ക്കും. പൊതിഞ്ഞ് ഏതെങ്കിലും ഒരു സിപ്പ് ലോക്കിലാക്കിയിട്ട് അടച്ചു വയ്ക്കും. അപ്പോൾ അത് തന്നെ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് മുളയ്ക്കും. അപ്പോൾ അതിൽ മുള വരുന്ന നല്ല വിത്ത് നോക്കിയിട്ട് ആണ് നമ്മൾ പാവുക. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അധികം മുളച്ചില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. നമ്മൾ നിലയൊക്കെ ഒരുക്കിയിട്ടതിന് ശേഷം നല്ല വിത്ത്, മുള വരുന്ന വിത്ത് നോക്കിയിട്ട് നമ്മൾ മണ്ണിൽ പാവി കഴിഞ്ഞാൽ 2 ദിവസം 3 ദിവസം സാധനം പുറത്തേക്ക് വരും. പിന്നെ നമ്മൾ ജൈവവളമാണ് ഇതിന് ഉപയോഗിക്കുന്നത് മുഴുവൻ. ഇംഗ്ലീഷ് വളം ഉപയോഗിക്കുന്നേ ഇല്ല നമ്മൾ. കീടങ്ങളും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കീടങ്ങളില്ല. കണ്ട, ഞാനിവിടെ പേപ്പറൊന്നും ഇടുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ പേപ്പർ കുത്തി കൊടുക്കണം, വിഷം അടിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇത് നമ്മൾ സാധാരണ രീതിയിലുള്ള ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ നീമിൻ്റെ ഓയിൽ ചിലപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടിക്കും. അല്ലാതെ വേറെ കംപ്ലൈൻറ്റുകളൊന്നും. പാവയ്ക്കൊക്കെ ഇതെവിടെയുണ്ട്, ഇതെവിടെ പന്തൽ നിറച്ച് പാവയ്ക്ക എവിടെ ഉണ്ടായി കിടക്കുന്നു. അപ്പോൾ അടുത്ത പന്തലും കൂടി നമുക്കൊന്ന് കാണാം. എങ്ങനെയുണ്ട് നോക്കാം. അടുത്ത പന്തലും വേറെ ടൈപ്പിലാക്കിയിട്ട് അപ്പോൾ നമുക്ക് അതും കൂടി നോക്കാം. ഇതാണ് എൻ്റെ 2ാമത്തെ പന്തൽ. ഇത് ഒരു ഊഞ്ഞാലുണ്ടായിരുന്നതാ. അപ്പോൾ അത് നഷ്ടപ്പെട്ടു, കേടായി. അപ്പോൾ അതിന് ഞാൻ വെറുതെ വെള്ളി കെട്ടിക്കൊടുത്ത് നെല്ലിയുടെ കടക്കിലങ്ങനെ 2 വിത്ത് കുത്തിയിട്ട് അവനങ്ങനെ കയറ്റിയതാണ്. അവനും നന്നായിട്ടുണ്ട്. അപ്പോൾ അവന് വെറുതെ വെള്ളി വെച്ച് കൊടുത്ത് കെട്ടിക്കൊടുത്തതാണ്. അപ്പോൾ അവനും നന്നായിട്ടുണ്ട്. കായൊക്കെ മറുപുറത്താണ് കായൊക്കെ. ഇതുമ്പോഴും അത്യാവശ്യം കായ ഉണ്ടാവുന്നുണ്ട്. പിന്നെ കൂടുതലുള്ളത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോ ആരെങ്കിലുമൊക്കെ കൊടുക്കും. ഞാൻ ഫ്രണ്ട്സ് കൊടുക്കും, ആർക്കെങ്കിലും കൊടുക്കും കൂടുതൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ കുറച്ച് കൊണ്ടാട്ടമൊക്കെ വെട്ടി ഉണക്കും. കൊണ്ടാട്ടം വെട്ടി ഉണക്കാം കേട്ടോ. നല്ല സ്റ്റൈലർ സാധനം അത്. പാവയ്ക്ക കൊണ്ടാട്ടം കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ ഒരു കായ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കിടക്കും. അവരെയാണെങ്കിൽ പുറത്തേക്ക് ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ വന്ന് ഈച്ച കുത്തി കേടുവരും. അപ്പോൾ കേടുവരാതിരിക്കണമെങ്കിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ വെളിയിലേക്ക് ഇട്ട് കൊടുക്കും. ഈ ഇലയുടെ ഉള്ളിലിരുന്ന് കഴിഞ്ഞാൽ അവർ നമ്മൾ കാണില്ല. പിന്നെ മൂത്ത് പഴുത്തിട്ടൊക്കെ കാണും. പിന്നെ പാവയ്ക്ക ഉണ്ടാകുന്നതാണ്. ഇത് കേട് കുറവാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നന്നായി നോക്കിയാൽ നമുക്ക് ഇഷ്ടംപോലെ പാവയ്ക്ക കഴിക്കാൻ നോക്കും. ഇത് ഒരെണ്ണം കുത്തിയിട്ടു, എണ്ണത്തിൻ്റെ ഉള്ളിൽ കേടും. കണ്ട, ഇതുപോലെ പുഴു കുത്തുന്ന ചിലപ്പോൾ പുഴു കുത്തി കേടുവരുത്തും. അതിന് നമുക്ക് ഈ 7 എന്ന് പറഞ്ഞൊരു മരുന്ന് കിട്ടും. അത്യാവശ്യം നീം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പോവാത്തത് 7 മേടിച്ചിട്ടൊരു അടി അടിച്ചാൽ എന്താ കുത്തിയത് ഇവിടെ കേട് വന്നു പോയി. അപ്പോൾ അവർക്ക് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ അത് നമ്മൾ വേഗം പൊട്ടിച്ച് കളഞ്ഞാൽ അവൻ നന്നാവും. ബാക്കിയുള്ളവർക്ക് വരും.
നമ്മളത് ദിവസവും നോക്കണം. നോക്കിക്കഴിഞ്ഞാൽ കുറേയൊക്കെ കേടൊക്കെ നമുക്ക് തന്നെ അവരെ തുരത്തിക്കളയാം, നമ്മുടെ ശത്രുക്കളെ. പാവയ്ക്ക കണ്ടല്ലോ, അടിപൊളിയല്ലേ, സൂപ്പറല്ലേ പാവയ്ക്ക. ഇത് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് തന്നെ കുറച്ച് നമുക്ക് തന്നെ കഴിക്കാം. ഒരു വിഷമില്ലാത്തത് കഴിച്ച് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാം. അപ്പം ഇത് കാണുന്ന നാട്ടിലുള്ളവരെല്ലാവരും ഒരു കടയെങ്കിലും പാവയ്ക്ക ഒഴിച്ചിടുക, വീട്ടിലേക്കുള്ള പച്ചക്കറി ഉണ്ടാക്കുക, സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കുക, ഭാര്യയും ഭർത്താവായിട്ട് തല്ലുകൂടാതെ, നാട്ടുകാരായിട്ട് അടിയുണ്ടാക്കാതെ, പ്രശ്നങ്ങളുണ്ടാക്കാതെ നന്നായിട്ട് ജീവിച്ചു പോകും. അതിൻ്റെ ഒരു കുറച്ച് പച്ചക്കറി കേട്ടാൽ മതി, നമുക്ക് എല്ലാറ്റിനും കാര്യങ്ങൾ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്തൊരു ഐറ്റമായിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് പാവയ്ക്ക? അല്ല പാവയ്ക്കാണ്ടല്ലേ, വേഗം എനിക്ക് പോയിട്ട് 2 പാവലൊത്ത് എടുത്ത് കുഴിച്ചിടാൻ നോക്കിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 10-90 ദിവസം കഴിയുമ്പോഴേക്കും 10 കഴിയുമ്പോഴേക്കും ഇതുപോലെ പാവുകയോ പൊട്ടിക്കും. നമുക്ക് എല്ലാവർക്കും ചെയ്യാം കേട്ടോ. വേഗം പോയിട്ട് 4 പാവലൊത്ത് എവിടെന്നെങ്കിലും കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം പോയി വരും. ഓക്കെ.